ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി സാറിനെ തെറി പറയുക, അസഭ്യം പറയുക എന്നത് ഇപ്പൊ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ എന്തൊക്കെയാ നടക്കുന്നേ അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു താത്ത നമ്മുടെ മോദി സാറിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്, കൊന്നുകളയും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോയാലോ? നമുക്ക് ആ താത്ത എന്തൊക്കെയാണ് നമ്മുടെ നരേന്ദ്രമോദി സാറിനെ പറയുന്നതെന്ന് ഒന്ന് കേട്ടിട്ട് വരാം. ഓക്കെ, ലോകത്തില്ല അവരെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് നടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവരാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. അവനെ പോലെ ഒരു ലോകം കണ്ട് ഏറ്റവും കണ്ട് ഫ്രോഡാണ് മോദി. അങ്ങനെയൊക്കെ തോന്നൂടെ? അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണോടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് മക്കളുള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടായ ആറാം കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്നു. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല ഒന്നാം തരം എന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചു പറയും. എന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുമെന്ന് പറ. അവന്റെ പാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയും നിങ്ങൾ അമ്മയെ കുത്തി കൊടുത്ത പലതന്തയ്ക്കുണ്ടായ ഇങ്ങനെയൊക്കെ തോന്നുവാണേ. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ. ശരിക്കും ആരാണ് ഈ സ്ത്രീ? ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തെ കൊല്ലും പോലും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആരാണെന്ന് മനസ്സിലായില്ല, നമ്മുടെ തെറുത്താത്ത. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന എന്തൊക്കെ തോന്നിവാസങ്ങളാണ് പറയുന്നത്. ഇവരുടെ വീഡിയോ ഒരു അരമണിക്കൂറുള്ള വീഡിയോ ആണെങ്കിൽ അതിന് 15 മിനിറ്റും ഇവർ തെറി മാത്രമാണ് പറയുന്നത്, അസഭ്യം മാത്രമാണ് പറയുന്നത്. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ ചീത്ത വാക്കുകൾ ഇവരുടെ ചാനലിൽ കൂടെ പുറത്തു വിടാൻ പറ്റുമോ അതെല്ലാം ഒരു ട്യൂഷൻ സെന്റർ പോലെ ഇവരുടെ ചാനലിൽ കൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആയിരിക്കും പെട്ടെന്ന് പടക്ക പൊട്ടുന്നത് പോലെ കുറെ തെറി ഇങ്ങനെ ചറപ്പ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊക്കെയാ ഈ പറയുന്നത് എന്തൊക്കെയാണെന്നുള്ള വല്ല ബോധമുണ്ടോ? ഇപ്പം നരേന്ദ്രമോദി സാറിനെ ഇമാതിരി അസഭ്യം പറയുന്ന ഒരു വോയിസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 6 വർഷം മുൻപേ ഉള്ള വോയിസ് ആണ്. എന്തിനാണ് ഇപ്പൊ ഇത് ചർച്ച ചെയ്യുന്നത്? ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം, അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെയുള്ള രീതിയിൽ ഇവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദയാ സുജിത്തിന്റെ 4 വർഷം മുമ്പേ ഉള്ള ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് വെച്ചുകൊണ്ട് എന്തിനാണ് വിമർശിച്ചത്? അങ്ങനെ ആകുന്ന സമയത്ത് 6 വർഷം മുമ്പേ ഉള്ള വോയിസ് റെക്കോർഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ മറ്റുള്ളവർക്കും വിമർശിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഞങ്ങളുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എത്ര വർഷം കഴിഞ്ഞാലും ചിലതൊക്കെ ഇവിടെ തന്നെ കിടക്കും, എങ്ങും പോകത്തില്ല. എപ്പോ വേണമെങ്കിലും ആളുകൾക്ക് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് വിമർശിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത സീൻ കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തിരിച്ചടിച്ചതാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിലും ഇപ്പോൾ ആരെ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു പൊതുവേദിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. പക്ഷെ അതൊക്കെ ഇത്രയ്ക്ക് അതപ്പതിച്ചോ എന്നുള്ളതാണ് സംശയം. ഇത്രയ്ക്ക് വിവരവും ബുദ്ധിയും ബോധവും ഇല്ലാത്ത വ്യക്തികൾ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്കൊക്കെ അപമാനകരമാണ്. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ രീതിയിലൊക്കെ അവഹേളിക്കുക എന്ന് പറയുമ്പോൾ അത് എന്ത് തരം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നാണ് മനസ്സിലാവാത്തത്. നമുക്ക് എല്ലാ പേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതാണ്, പക്ഷെ ഒരു പ്രധാനമന്ത്രിയെ തന്നെ അങ്ങോട്ട് കയറി തെറിവിളിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണ്. കൊല്ലുമെന്ന് പറയുന്നതും കൈ കിട്ടിയ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾ പിന്നീട് ഇവിടെ ജീവനോടെ ഉണ്ടാവൂ? അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ജീവനോടെ ഉണ്ടാവുമോ? അത് മാത്രം ഫ്ലോയിൽ പറഞ്ഞതായി. ഫ്ലോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് നാക്കിന് എല്ലില്ലെന്ന് വിചാരിച്ച് ഇമ്മാതിരിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വിളമ്പാവോ? അതൊരു സോഷ്യൽ മീഡിയ, നമ്മളൊരു വീട്ടിലിരുന്ന് 2 പേരുടെ മുമ്പിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് അടുത്ത് കിട്ടുമ്പോഴത്തേനും നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നത് പോലെയോ അങ്ങനെയൊന്നുമല്ല സോഷ്യൽ മീഡിയയില്. ഇവര് വീഡിയോയിൽ പക്ഷെ ഇത് മാത്രമല്ല, ഏത് വീഡിയോ ചെയ്താലും തെറി പറഞ്ഞുള്ള ഒരു, ശരിക്കും ഇവര് പേര് തെറുത്താത്തേന്നാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഞങ്ങൾ ഇവിടെ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, ഒറിജിനൽ നെയിം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഊഹിക്കാം ഞങ്ങൾ ആരെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആരുടെയും പേര് പറയുന്നില്ല. ഓക്കെ, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം കാണിക്കുകയാണെങ്കിൽ ഉണ്ട തിന്നേണ്ടി വരും. എന്തായാലും തമിഴ്നാട്ടിലുള്ള നിയമങ്ങളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്, കേരളത്തിലും അതേപടി ആവുകയാണെങ്കിൽ ഇതുപോലുള്ളവർക്ക് ഉപകാരപ്രദമാകും. കുറെ പബ്ലിക് ന്യൂസൻസ് കുറഞ്ഞു കിട്ടും. എന്തായാലും പിന്നെ വസ്ത്രധാരണത്തിൽ മാത്രമല്ല സംസ്കാരം, നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകളും കൂടെ ആവണം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും ഇട്ടതല്ല, ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം.
ഇത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇത് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ താഴെ നിങ്ങളുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.